ഇന്ന് നമുക്ക് വൈകി വന്ന ഒരു ഇലയടയെ പറ്റി കേട്ടാലോ? സമയം ഏകദേശം വൈകിട്ട് 5:30, 6 മണി. അപ്പോൾ അതാ വിശപ്പിൻ്റെ വിളി വരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ ഇന്ന് നമുക്ക് അട ഉണ്ടാക്കിയാലോ അമ്മേ എന്ന് ഞാനും, അതിനെന്താ മോളെ എന്ന് അമ്മയും. നോട്ട് ദ പോയിൻറ്റ്, എനിക്ക് ഇലയട ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഇലയട ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇലയട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കലായി. അടുത്തത് തേങ്ങ, ശർക്കര, അരിപ്പൊടി, ഏലക്ക, പഞ്ചസാര, ജീരകം, അങ്ങനെ അട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഓരോന്നായി എടുത്തു വെച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഒരു ചോദ്യം, അട നമുക്ക് വിറകടുപ്പിൽ വെച്ച് ഉണ്ടാക്കാൻ മോളേ എന്ന്. അതിനെന്താ അമ്മേ എന്ന് ഞാനും പറഞ്ഞു. വിറക് എടുക്കാൻ പുറത്തു പോയ അമ്മ തിരികെ വന്നപ്പോൾ തേങ്ങ ചിരവിയോ എന്ന് അമ്മയുടെ ചോദ്യം. ചിരവി തുടങ്ങിയില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അട പിന്നെ ഉണ്ടാക്കാം, തൽക്കാലം വിശപ്പകറ്റാൻ ദേ ഇത് കഴിക്ക്. നോക്കിയപ്പോൾ അമ്മയുടെ കയ്യിൽ വിറക് മാത്രമല്ല, എൻ്റെ മേമ ഞങ്ങൾക്കായി കൊടുത്തുവിട്ട പപ്സും കൂടെ ഉണ്ടായിരുന്നു. അതോടുകൂടി അട ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഞാനങ്ങ് മാറ്റിവെച്ചു. എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ അമ്മയുടെ ഒരു ചോദ്യം, നമുക്ക് അട ഉണ്ടാക്കിയാലോ എന്ന്. നാളെ രാവിലെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയും കണ്ട് തിരിച്ചു വന്ന് നമുക്ക് ചായയോടൊപ്പം അട കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ അട ഉണ്ടാക്കി. പിറ്റേന്ന് നേരം വെളുത്ത് പള്ളിയിൽ പോകുന്നതിന് മുൻപ് ഞാനും കുഞ്ഞും അട കഴിക്കാൻ തുടങ്ങി. അട സക്സസ് ആയതിൻ്റെ സന്തോഷം കൊണ്ടാണോ രുചി കൊണ്ടാണോ എന്നറിയില്ല, കഴിക്കലിൻ്റെ എണ്ണം 1 2. എനിക്കാരും തരേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം എന്ന മട്ടിൽ ചിക്കു തനിയെ അട കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അടയും കഴിച്ച പള്ളിയിൽ പോയി തിരികെ വന്ന് വീണ്ടും ചായയോടൊപ്പം അട കഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയായി.